മിക്ക ഫാമിലികളും ജോയിന്റ് ഫാമിലീസ് ആണ്. വല്യപ്പച്ചമാരുണ്ട്, വല്യമ്മച്ചിമാരുണ്ട്, അപ്പൻ്റെ ചേട്ടന്മാരുണ്ട്, ജനിയന്മാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി കുറച്ചും കൂടെ വലിയ ഫാമിലീസ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ വീണ്ടും നോക്കുമ്പോഴത്തേക്കും എല്ലാവരും അവരുടെ ലോകത്തിലേക്ക് ചുരുങ്ങി പോയി. അതിന് വൺ ഓഫ് ദ റീസൺ അല്ലേ ശരിക്കും പറഞ്ഞ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ. അവരവരുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റൂമുകളിലേക്ക് അവർ ഒതുങ്ങി പോകുന്നു. എങ്ങനെ ഈ ഒരു കാര്യത്തിൽ അവർക്ക് നല്ലൊരു അവയർനെസ് കൊടുക്കാം? പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ എന്തിനാ തിരിച്ചു പോകുന്നത്? ഈക്വൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് കടമെടുക്കാൻ മതി, ഒരു പ്രശ്നവുമില്ല. പക്ഷെ പണ്ടത്തെ സ്ഥലത്തേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്പെഷ്യലൊന്നുമില്ല. പ്രശ്നങ്ങളുള്ളവരും സബ്മിസീവായി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ എണ്ണം പണ്ടത്തെ കാലത്ത് വളരെ കൂടുതലാണ്. ഞങ്ങളുടെ കൂട്ടുകുടുംബമായിരുന്നു. എന്ത് സേഫായിരുന്നു എന്നറിയോ, എന്ത് സമാധാനമായിരുന്നു അറിയോ. ഞങ്ങളെല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും ഒറ്റപ്പെട്ട പോലെ തോന്നിയിട്ടില്ല. എല്ലാ കാലത്തും അതിൻ്റെ നല്ലതുകൊണ്ട് പൊട്ടയുണ്ട്. പിന്നെ മാം, ഇപ്പൊ മാം ഈ ഫാമിലിയും ഗാഡ്ജറ്റ്സും കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിച്ചത്. അതായത് ഇപ്പോൾ പണ്ട് കാലത്തേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ഫാമിലികളും ജോയിന്റ് ഫാമിലീസ് ആണ്. വല്യപ്പച്ചമാരുണ്ട്, വല്യമ്മച്ചിമാരുണ്ട്, അപ്പൻ്റെ ചേട്ടന്മാരുണ്ട്, ജനിയന്മാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി കുറച്ചും കൂടെ വലിയ ഫാമിലീസ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ വീണ്ടും നോക്കുമ്പോഴത്തേക്കും എല്ലാവരും അവരുടെ ലോകത്തിലേക്ക് ചുരുങ്ങി പോയി. അതിന് വൺ ഓഫ് ദ റീസൺ അല്ലേ ശരിക്കും പറഞ്ഞ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ. അപ്പോൾ ഈ ഗാഡ്ജറ്റ്സ് മാത്രമല്ല, ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ വീട്ടിലൊരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മുറി പോയി സംസാരിച്ചാൽ മതിയായിരിക്കും. പക്ഷെ അതിന് പോലും പറ്റാതെ വരുന്ന, ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഫാമിലിക്കകത്തുണ്ട്, പക്ഷേ അവരവരുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റൂമുകളിലേക്ക് അവർ ഒതുങ്ങി പോകുന്നു. എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കാട്ടിലുപരി എങ്ങനെ ഈ ഒരു കാര്യത്തിൽ അവർക്ക് നല്ലൊരു അവയർനെസ് കൊടുക്കാം? ഞാനതൊരു കാര്യം ബ്രീച്ച് ചെയ്യാണ്, തിരിച്ചു ചോദിക്കാം. പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ എന്തിനാ തിരിച്ചു പോകുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയല്ല, പഴയ കാലഘട്ടത്തിൽ തിരിച്ചു പോവുകയല്ല. പഴയ കാലത്തെ കപ്പിൾസ് ഓക്കെ, നമുക്ക് റോൾ മോഡൽസ് ആണ്. ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് കടമെടുക്കാൻ മതി, ഒരു പ്രശ്നവുമില്ല. പക്ഷെ പണ്ടത്തെ സ്ഥലത്തേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്പെഷ്യലൊന്നുമില്ല. എല്ലാവരും അല്ല കേട്ടോ ഞാൻ പറയണേ. പ്രശ്നങ്ങളുള്ളവരും സബ്മിസീവായി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ എണ്ണം പണ്ടത്തെ കാലത്ത് വളരെ കൂടുതലാണ്. പിന്നെ ഈ സബ്ജക്റ്റ് ബ്രിസ്റ്റ് ചോദിച്ചത് എനിക്ക് മനസ്സിലായി, ഗാഡ്ജറ്റ് യൂസിൻ്റെ കാര്യങ്ങളും അത് പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനെ ഞാൻ എങ്ങനെ പോസിറ്റീവായിട്ട് കാണുന്നതെന്നറിയോ? ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, കുട്ടിക്ക് ഡിപ്രഷനാണ്, ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ, അമ്മയും അച്ഛനും ജോബിന് പോവും, കാര്യങ്ങളാവും. അപ്പോൾ എന്നോട് 2-3 ക്ലയൻറ്റ് പറഞ്ഞതാണ്, ഞങ്ങളുടെ കൂട്ടുകുടുംബമായിരുന്നു, എന്ത് സേഫായിരുന്നു എന്നറിയോ, എന്ത് സമാധാനമായിരുന്നു അറിയോ. ഞങ്ങളെല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും ഒറ്റപ്പെട്ട പോലെ തോന്നിയിട്ടില്ല. ഓക്കെ, ബട്ട് അവിടെ നിൽക്കുന്ന വേറെ ഇതേപോലെ തന്നെ കൂട്ടുകുടുംബത്തിലത്തെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ലല്ലോ. സോ കോമൺ റിസർച്ചിൽ ഒരു 10 പേരെ 10 ക്ലയൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലത്തും അതിൻ്റെ നല്ലതുകൊണ്ട് പൊട്ടയുണ്ട്. ഒരു കാരണവശാലും ഇത് നല്ലത് ഇത് പൊട്ട, റൈറ്റ് ആൻഡ് റോങ് ഇല്ല. അതെങ്ങനെയാന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടായിരുന്നു കൂട്ടുകുടുംബത്തിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സെക്ഷുവലി മോളസ്റ്റ് ചെയ്തിരുന്നത്, അതും കണ്ടിന്യൂസ്ലി. വളരെ അടുത്ത അങ്കിളായിരിക്കാം, ആൻറ്റി ആയിരിക്കാം, ആ കുഞ്ഞുങ്ങൾ സപ്രസ് ചെയ്തിട്ട് സ്വന്തം വീട് സേഫല്ല. എത്രയോ ട്രോമ കേസസ് ആണെന്നറിയോ മിഡിൽ ഏജുള്ള ലേഡീസ് നമ്മളടുത്ത് വരുന്നത്, പുരുഷന്മാരും അറ്റ് ദ സെയിം ടൈം. ഇപ്പോഴത്തെ ജനറേഷൻ എടുത്ത് നോക്കുക, അതാ ഞാൻ പറഞ്ഞേ, ഇപ്പോഴത്തെ ജനറേഷൻ എടുത്ത് നോക്കുക, സെക്ഷൽ അബ്യൂസ് വളരെ കുറവാണ് സ്വന്തം വീട്ടിൽ നിന്ന് കേട്ടോ. അവരായിട്ട് ചൂസ് ചെയ്ത് പോണതിൽ ആപത്തുകൾ വരുന്നത് റിലേഷൻഷിപ്പിൽ എന്നല്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് ഒറ്റപ്പെടലുണ്ട്. അവിടെയും നെഗറ്റീവ് ഇതാണ്, ഒറ്റപ്പെടൽ, ഡിപ്രഷൻ, കുട്ടികൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോഴും കണ്ടോ, ആ കുട്ടികൾക്ക് സേഫാണ് അവിടെ. അത്യാവശ്യം നല്ല പേരൻസ് ആണെങ്കിൽ അവിടെയും ഞാൻ പറഞ്ഞില്ലേ കുറേ പാറ്റേൺ ഉണ്ട്. ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലി ഉണ്ട്, അവിടെയും അച്ഛൻ പ്രശ്നക്കാരുള്ളതുണ്ട്. പക്ഷെ ഇത് ഞാൻ പെർട്ടിക്കുലർ ഒരു സംഭവം എടുത്ത് പറയുകയാണ്. അപ്പോൾ നല്ലത് പൊട്ട എന്നില്ല. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
അവരെ ഈ ജനറേഷനിൽ നിന്ന് അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫാമിലി വേണമെന്നുണ്ടെങ്കിൽ ആ ബോത്ത് കപ്പിൾ ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ്. രണ്ട് കപ്പിളും വർക്ക് ചെയ്യണം. സ്ത്രീ മാത്രം വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, പുരുഷൻ മാത്രം വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ. സോ അപ്പോൾ നമ്മുടെ ഈ ഫാമിലീസിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയർ ഫാമിലി നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് എന്നാണോ മാം പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അതും പർട്ടിക്കുലർലി ഓക്കെ ന്യൂക്ലിയർ ഫാമിലിയിൽ നിൽക്കുന്നത് ഏത് ടൈപ്പിലാണ്? ഭാര്യയ്ക്കും ഹസ്ബൻഡിനാണോ സേഫ്, കുട്ടിക്കാണോ സേഫ്? കണ്ട അപ്പോഴൊക്കെ നമുക്ക് സിനാരിയോസ് മാറി. നമ്മളൊരു സ്ഥലത്ത് പറയുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ഡിഫറെൻറ്റ് കാറ്റഗറി, ഡിഫറെൻറ്റ് വീടുകളിൽ നിന്ന്, അപ്പോൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിനും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. അപ്പം നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി ഇല്ലാതെ ന്യൂക്ലിയർ ഫാമിലി എന്തിലാണ് ബ്രിസ്റ്റോ ഉദ്ദേശിച്ചത്? ഈ പറഞ്ഞ സെക്യൂരിറ്റി ബേസിസിലാണെങ്കിൽ സെക്യൂരിറ്റി ബേസിസിൽ ആൾബലം കൊണ്ട് എപ്പോഴും കൂട്ടുകുടുംബമാണ് നല്ലത്. ഇവർക്ക് ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളോ വീട്ടിലുണ്ടല്ലോ സേഫ് ആയിരിക്കാം, പക്ഷെ ഹോമോസാപ്പിയന്റെ ലോൺലെസ് എപ്പോഴും ഫീൽ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഡിപ്രഷൻ സിംപ്റ്റംസ് വരുന്നത്. സെക്യൂരിറ്റി ആണെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ മാറ്റിയുണ്ടായിരിക്കും. എക്സാക്ട്ലി. ഓക്കെ മാം, ഇപ്പം നമ്മൾ യൂത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ അഡൽട്ടിലുള്ള ആളുകളുടെയൊക്കെ മാരിറ്റൽ ലൈഫ്, റിലേഷൻഷിപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ, നമ്മുടെ അതായത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, നമ്മുടെ സീനിയർ സിറ്റിസൻസ്, നമ്മുടെ അപ്പച്ചന്മാർ അമ്മച്ചിമാർ, അവരിലേക്കൊന്ന് നോക്കുമ്പോഴത്തേക്കും അവരേറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് മാമിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുള്ളത്? നമ്മുടെ ഏജ് ആകുമ്പോൾ തന്നെ അവർ വീക്കായി തുടങ്ങും, ഹെൽപ്ലെസ് ആയി തുടങ്ങും. ഇൻഡിവിജ്വലി അവർ പ്രശ്നങ്ങളായിട്ട് എപ്പോഴും വരുന്നത്, കപ്പിളിൽ ഒരാൾ ഒരു ഹസ്ബൻഡിന് അത്യാവശ്യം ഏജ് ഒരു 8-7 ഇയേഴ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഈ സോഡിയത്തിൻ്റെ ഒക്കെ കുറവുള്ളതുകൊണ്ട് തന്നെ അവർ ഭയങ്കര വിയേർഡായിട്ട് പെരുമാറും. ആ പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. ആ സമയത്ത് അവർക്ക് എപ്പോഴും വരുന്നത് ഭയങ്കര ഒറ്റപ്പെടലാണ്. കുറേ മക്കളൊക്കെ ഉണ്ടാവും, അവർ വെൽ സെറ്റിൽഡ് ആവും. അവർ ചോദിക്കും എന്തിനാണ് എനിക്ക് വിഷമം എന്നറിയില്ല, ഞാൻ എല്ലാം സെറ്റിൽഡ് ആണെന്നാണ് അവർ പറയുക. ബട്ട് അവിടെ ഉണ്ടല്ലോ ബ്രിസ്റ്റോ, ഞാൻ നോക്കുമ്പോൾ എനിക്ക് സംബന്ധിച്ചിട്ട് ഒരു കോറ് കാണാൻ പറ്റിയിരിക്കുന്നത്, അതുവരെ അവരെല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നു. ഈ പുരുഷനായാലും അച്ഛ അല്ലെങ്കിൽ ബ്രദർ എനിക്കത് തായോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമായിരുന്നു ആൾക്കാർ. ദാറ്റ് മീൻസ് നമ്മൾ മനുഷ്യരുടെ അടുപ്പുണ്ട് ആ സമയത്ത്. അവർക്ക് പ്രായമായി കഴിയുമ്പോൾ ഹെൽത്ത് വൈസ് ആർക്കും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഫൈനാൻഷ്യലി ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പേരക്കുട്ടികളെ പിന്നെ നോക്കിയിട്ടൊക്കെ ഹാപ്പി ആയിരിക്കുന്നവരുണ്ട്. അതിലും അതായത് അവരെ കൊണ്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം, നമുക്കൊക്കെ ഉള്ളതാണത്. ആ ഒരു സാധനം ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് അതാണ് പല കാരണങ്ങളും പറഞ്ഞവർ വരും. എൻ്റെ ഹസ്ബൻഡ് മൈൻഡ് ചെയ്യുന്നില്ല, അവരെന്തോ പറയണോ, ഞാൻ നോക്കി ഫെഡപ്പായി, എൻ്റെ മക്കൾ, അതുപോലെ തന്നെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നല്ല റിലേഷൻഷിപ്പ് അല്ലാത്തവരെ റോങ്ലി റീപ്ലേസ് ചെയ്യാന്ന് പറയും നമ്മൾ. പ്രധാനമായിട്ടും ഇതാ വരുന്നത്, അവർ ഒറ്റപ്പെടലിൽ നിന്നുണ്ടാവും. അപ്പോൾ റോങ്ലി മിസ്പ്ലേസ് ചെയ്യാന്ന് പറയും. അതായത് ആ അമ്മ ഹസ്ബൻഡിൻ്റെ കറക്റ്റ് അറ്റൻഷനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവില്ല. ഹസ്ബൻഡ് ജസ്റ്റ് എപ്പോഴും ആങ്കർ ആയിരിക്കും അവർ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തുകൊണ്ട് അവർ ലൈഫിൽ നിന്ന് പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ഫാദറും അതുപോലെ ആയിരുന്നു. അപ്പോൾ ആണുങ്ങളൊക്കെ അതുപോലെയാണ്, ആ ആങ്കർ കാണിക്കുന്നതും ദാറ്റ്സ് എ പാർട്ട് ഓഫ് ലവ്. ശരിക്കും അത് തന്നെയായിരിക്കും അവരുടെ ഹസ്ബൻഡിനെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ജനറേഷനായിട്ട് ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് ആങ്കർ ത്രൂ ആയിരിക്കാം. പക്ഷെ കറക്റ്റ് ഇമോഷൻസ് ദേ ആർ നോട്ട് ഏബിൾ ടു കണക്ട്. അപ്പോൾ എന്തുണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മകനെ ആയിരിക്കും റോങ്ലി റീപ്ലേസ് ചെയ്യുക ഹസ്ബൻഡായിട്ട്. ഓക്കെ, ഇൻ എ പോസിറ്റീവ് വേ. അതായത് ഹസ്ബൻഡ് മനസ്സിലാക്കാത്ത ഇമോഷൻസ് മോൻ മനസ്സിലാക്കും, അമ്മയ്ക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതാണ് അവർ തമ്മിലുള്ള ബോണ്ടിങ്. അങ്ങനെ വൈസ് വേഴ്സ മകൾ ടു ഫാദറും അങ്ങനെ സംഭവിക്കാം. അമ്മയുടെ ഇത് കിട്ടാത്തത് മക്കളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക്. അപ്പോൾ അത് നോക്കുമ്പോൾ കാണാം കുട്ടി കറക്റ്റ് സമയത്ത് ചായ ഇട്ട് കൊടുക്കുന്നുണ്ടാവും, ഫാദർ ഇത് ഓക്കെ അല്ലേ, അച്ഛൻ്റെ കാലിന് എന്തു പറ്റി. പക്ഷെ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ റോങ്ലി മിസ്പ്ലേസ്ഡ് ആണ്. അപ്പം ഈ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ അവർക്ക് അവരുടെ ലൈഫുണ്ട്, അവർക്ക് പോകേണ്ടി വരും. ആ സമയത്താണ് അതുവരെ ഫില്ല് ചെയ്ത് വെച്ച വോയിഡ് ഓർ എംപ്റ്റിനെസ് ട്രിഗർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും.
അപ്പം മാം എങ്ങനെയാണ് അപ്പോൾ ഈ ഏജ്ഡ് ആയിട്ടുള്ളവരിൽ ഈ തെറാപ്പി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്? കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം കുറച്ച് സിവിയർ ആയിട്ടുണ്ടാവും. അവർ അത്രയും അനുഭവിച്ചു വന്ന ട്രോമാസ്, ഇനി പാരമ്പര്യമായിട്ട് എന്തെങ്കിലും പേഴ്സണാലിറ്റി ട്രൈറ്റിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അങ്ങനെ മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ കാറ്റഗറി ഉണ്ട്. ആ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, എവിടെയാണ് പ്രശ്നം. ചിലപ്പോൾ ഇവർ പറയുന്ന പ്രശ്നങ്ങൾ ഒരു സൈക്കാട്രി മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കഴിയാവുന്ന സാധനങ്ങളായിരിക്കാം. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഗേൾസിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലായിട്ട് കാണുന്നു. ഇപ്പോൾ ഒരുപാട് ആത്മഹത്യകളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്താണ് മമ്മ ഈ ശരിക്കും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുള്ള റീസൺസ്? ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ് ആണ് ബ്രെയിനിലുള്ളത്. അവരുടെ ഉറക്കത്തിലെ പ്രശ്നങ്ങൾ വരാം, ഈ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസ്, അവരുടെ പാർട്ട്ണറായിട്ടുള്ള ഇഷ്യൂസ്, അവരുടെ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് മെൻ്റൽ ഹെൽത്തിലുണ്ടെങ്കിൽ ഇതെല്ലാം ട്രിഗർ ചെയ്യാൻ ചാൻസസ് ഉണ്ട് ആ സമയത്ത്. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ സിമ്പിളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ആ സ്ത്രീ ആ സമയത്ത് അനുഭവിക്കുന്ന ബോഡി പെയിൻ അതേപോലെ പെയിൻഫുള്ളാണ് നമ്മുടെ ഇമോഷണൽ പെയിനും.